എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഈ മുല്ലപ്പെരിയാർ വിഷയം കത്തി ആളിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ജനങ്ങളിലും ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നമ്മുടെ പീരുമേടിൻ്റെ MLA ശ്രീ വാഴൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള ഒരു വിശദീകരണം അദ്ദേഹം നമ്മളോട് പറയും. സാർ നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ആളുകൾക്കിടയിലും ഒരു ഭീതി പരത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഗവൺമെൻറ് തലത്തിൽ അതിനെങ്ങനെയാണ് കാണുന്നത്? ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ എന്നൊന്ന് വിശദീകരിക്കാം. മുല്ലപ്പെരിയാർ വിഷയം സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി നേരിൽ പങ്കെടുത്ത് ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ എന്നെ കൂടാതെ ദേവികുളം MLA ശ്രീ A. രാജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പങ്കെടുത്തിരുന്നു. വളരെ വിശദമായ ചർച്ചകൾ അത് സംബന്ധിച്ച് നടക്കുകയുണ്ടായി. ഈ വിഷയം സംബന്ധിച്ച് ജനങ്ങളിൽ ഒരു ആശങ്ക ശക്തമായി പരന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒന്ന്, വയനാട്ടിലുണ്ടായ സംഭവവികാസങ്ങൾ, അതേപോലെ തന്നെ തുംഗഭദ്ര നദിയിൽ അവിടുത്തെ ഡാമിൻ്റെ ഗേറ്റ് പൊളിഞ്ഞു പോയത് തുടങ്ങിയ പ്രശ്നങ്ങളും അതിൻ്റെ വേഗം കൂട്ടുവാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ശരി, ഈ വിഷയത്തിൽ വളരെ കരുതലോടെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22-ാം തീയതി എൻ്റെ സാന്നിധ്യത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് ചേരുന്നുണ്ട്. അവിടെ സ്ഥിതികൾ വീണ്ടും വിലയിരുത്തും. ആവശ്യമെന്ന് കണ്ടാൽ അടിയന്തര സന്ദർഭങ്ങളിൽ യോഗങ്ങൾ വിളിക്കുവാനും തീരുമാനമെടുക്കുവാനും ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡാം ഇപ്പോൾ പൊട്ടും എന്നുള്ളൊരു പ്രചരണം നടക്കുന്നു, അതിനെക്കുറിച്ച് എന്താണ്? നമുക്ക് എത്രയോ 1979 മുതൽ മുല്ലപ്പെരിയാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഞാൻ പ്രവർത്തിച്ചു വരുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. 1979 അന്നത്തെ MLA സഖാവ് CA കുര്യനായിരുന്നു. ആ സന്ദർഭത്തിലാണ് മിനി ഡാമിൽ ചെറിയ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭ സമരം നമ്മുടെ ഇവിടെ ഒട്ടാകെ അലയടിച്ചു. വള്ളക്കടവിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ വണ്ടിപ്പെരിയാറിലെത്തി വഴിതടയൽ സമരവും മറ്റു പ്രക്ഷോഭങ്ങളുമൊക്കെ നടത്തുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ശ്രീ CA കുര്യൻ എത്യോപ്യയിൽ ആഡിസ് അബാബ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ പോയിരിക്കുകയായിരുന്നു. ജനങ്ങൾ MLA കാണണം എന്ന് നിർബന്ധം പിടിച്ചു. അതേ തുടർന്ന് അന്നത്തെ നമ്മുടെ മുഖ്യ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് PK വാസുദേവൻ നേരിൽ പോയി കാണുകയും അദ്ദേഹം എത്യോപ്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് സഖാവ് CA കുര്യനെ തിരിച്ച് വിളിക്കുകയും ചെയ്തു. അദ്ദേഹം വണ്ടിപ്പെരിയാറിൽ വന്നു. പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് പഞ്ചായത്ത് ഓഫീസിന് പടിക്കൽ നിരാഹാര സമരം ആരംഭിച്ചു. നിരാഹാര സമരം 9 ദിവസം നീണ്ടു നിന്നു. 9ാം ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയി സഖാവ് PKV E. ചന്ദ്രശേഖരൻ നായരെയും കണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ മുഹമ്മദ് കോയി, ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ നീലലോഹിതദാസൻ നാടാരെയും നേരിൽ കാണുകയും അവരുമായി ഞങ്ങളേവരും ചേർന്ന് ഒരു ചർച്ച നടത്തുകയും ചെയ്തു. അതേ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഡൽഹിയുമായി ബന്ധപ്പെട്ടു. സെൻട്രൽ വാട്ടർ പവർ കമ്മീഷൻ്റെ ചെയർമാൻ ഒരു C. തോമസുമായി ബന്ധപ്പെട്ട്
ആലോചന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു തീരുമാനം കേരള സർക്കാരിന് ഫാക്സായി അയച്ചു തന്നു. അതിൽ പറയുന്നത്, ഒന്ന്, അന്ന് ജലനിരപ്പ് 152 അടിയായിരുന്നു. ആ ജലനിരപ്പ് 136 അടിയായി നിജപ്പെടുത്തും. 2, പുതിയ ഡാം പണിയുവാൻ നടപടികൾ ആരംഭിക്കും. അതിന് പുതിയ സ്ഥലം കണ്ടെത്തും. 3, പരിസ്ഥിതി ആഘാത പഠനം നടത്തും. 4, ബലഹീനമായ മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തുവാൻ ആവശ്യമായ നടപടികൾക്ക് ഉടൻ തന്നെ ടെൻഡർ നടപടികൾ ആവിഷ്കരിക്കുന്നതാണ്. ഈ തീരുമാനങ്ങളാണ് അന്ന് എടുത്ത് അത് ഫാക്സ് ചെയ്ത് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാറിൽ 10,000-കണക്കിന് ജനങ്ങൾ കൂടിയ പൊതുയോഗത്തിൽ വച്ച് സഖാവ് പി കെ വാസുദേവൻ നായർ അത് പ്രഖ്യാപിക്കുകയും സഖാവ് സി എ കുര്യൻ്റെ നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. അന്ന് മുതൽ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ MLA എന്ന നിലയിൽ ഈ പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെടുന്നുണ്ട്. തീർച്ചയായും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ അതേ സന്ദർഭം തന്നെ നമുക്കിതിന് ശാശ്വത പരിഹാരം കാണണമെന്ന അഭിപ്രായം കഴിഞ്ഞ മീറ്റിങ്ങിലും ഉന്നയിച്ചിരുന്നു. കോടതി തീരുമാനങ്ങൾക്ക് കാത്തു നിൽക്കാതെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടി ആലോചിച്ച് പ്രശ്നത്തിന് എന്തെങ്കിലും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം എന്ന അഭിപ്രായമാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. അക്കാര്യവും എവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാവണം. തമിഴ്നാടിന് ആവശ്യമായ ജലം വിട്ടു നൽകിക്കൊണ്ട് ബലവത്തായ ഡാം പണിയുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോംവഴിയും നമ്മുടെ മുൻപാകെയില്ല. അക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും വണ്ടിപ്പെരിയാറുകാരും ഈ പുതിയ ഡാം എന്നുള്ളൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സമരം അടക്കം നടത്തിയിട്ടുണ്ട്. ഇതുവരെ ഇതിൻ്റെ തീരുമാനം ആകാതെ ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, ഈ പ്രശ്നം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അവിടെ കോടതിയാണ് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്. കോടതിക്ക് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുവാനുള്ള അവകാശമുണ്ട്. അത് എത്രയും വേഗം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ നിലവിലിപ്പം ആശങ്കപ്പെടേണ്ട കാര്യം, മാറിയ പരിസ്ഥിതിയിൽ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിലൊരു തീരുമാനം എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലും ഈ വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കേരള നിയമസഭ ഒന്നടക്കം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഐക്യകണ്ഠേന പ്രമേയം കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ നിലവിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ ഇപ്പോഴില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ കർഷക സംഘടനകളൊക്കെ സമരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വാഭാവികമായും ജലം കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ന ഒരാശങ്കയൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരവരുടെ ആശങ്ക അറിയിക്കുവാൻ ഒത്തുകൂടിയതിൽ നമുക്ക് തെറ്റൊന്നും പറയാനില്ല. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു.